ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് പോവാണ്. അപ്പോൾ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഞങ്ങളുടെ സ്റ്റാഫിൽ തന്നെ ഇങ്ങനെ ലോട്ടുണ്ട്. ക്രിസ്മസ് ഫ്രണ്ടിനെ എടുക്കാൻ പ്രിൻസിപ്പാൾ അച്ഛൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ലോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചേട്ടന് കിട്ടിയിട്ടുണ്ട് സ്റ്റാഫിൽ നിന്ന് ഒരു ടീച്ചറിന്, അതുപോലെ തന്നെ എനിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള ക്രിസ്മസ് ഗിഫ്റ്റ് വാങ്ങിക്കാനാണ് ഞങ്ങളിപ്പോൾ ഇന്ന് പോകുന്നത്. അപ്പോൾ എന്താ വാങ്ങിക്കേണ്ടതെന്നൊന്നും തീരുമാനമായില്ല കേട്ടോ. അങ്ങനെ കടയിൽ ചെന്ന് നമ്മൾ കണ്ടിഷ്ടപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാമെന്നല്ലാണ്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. എന്തായാലും കടയിൽ പോയി നോക്കണം എന്തെങ്കിലുമൊക്കെ ഐറ്റം പറ്റുന്ന മാതിരി. പിന്നെ വരുന്ന വഴിക്ക് സമയം കിട്ടണമെങ്കിൽ എനിക്കൊന്ന് ഹെയർ കട്ടും കൂടെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിന് ടൈം കിട്ടുമോയെന്ന് അറിയില്ല. കാരണം ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും തന്നെ വേഗത്തിലാണ് ഇരുട്ടാവുന്നത്. ഇല്ലെങ്കിൽ പിന്നെ അതിനായിട്ട് വേറെ ദിവസം പോകേണ്ടി വരും. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇറങ്ങാൻ പോകണം. അപ്പോൾ നമുക്ക് എല്ലാ വിശേഷങ്ങളായിട്ട് വീഡിയോ കാണാം. ഞങ്ങളിന്ന് സ്കൂട്ടിയും കേട്ടോ വന്നത്, ഇന്ന് കാർ എടുക്കാൻ പോയില്ല. അപ്പോൾ നമ്മളങ്ങനെ വളരെ വേഗത്തിൽ നമ്മുടെ പാർലറിലെത്തി. അപ്പോൾ ഈ കാണുന്ന ഒരു പാർലറാണ് നമ്മുടെ കൊച്ചു പാർലർ. പക്ഷേ നല്ല അടിപൊളിയായിട്ട് ഒരു അഞ്ചുമോളുടെയൊക്കെ ഹെയറൊക്കെ നല്ലപോലെ കട്ട് ചെയ്ത് തന്നിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് പിന്നെ മിക്കവാറും എപ്പോൾ ആവശ്യം വന്നാലും ഞങ്ങൾ ഇവിടെ ആയിട്ടോ വരാറ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ പ്ലാനൊക്കെ മാറ്റി. പിന്നെ ചേട്ടൻ പറഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് പോയി ഹെയർ കട്ടൊക്കെ കഴിഞ്ഞിട്ട് വാങ്ങേണ്ട ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ ഷോപ്പിലേക്ക് പോകാമെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്ലാൻ മാറ്റി. അങ്ങനെ ഫസ്റ്റ് പാർലറിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ പാർലർ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ചെറുതാണെങ്കിലും ഉള്ളിലേക്ക് കടന്നതിന് ആവശ്യം നല്ല സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് പാർലറിൻ്റെ ഓണർ. അപ്പോൾ ഞാൻ ചെന്ന് ഇങ്ങനെ ഹെയർ കട്ടിനാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്നോട് ഫസ്റ്റ് ഹെയർ വാഷ് ചെയ്യാൻ വന്നിരിക്കാൻ പറഞ്ഞ് അങ്ങനെ ഹെയർ വാഷ് ചെയ്യുന്നിടത്തേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഹെയർ കട്ട് ചെയ്യുന്നതിന് മുൻപുള്ള ഒരു സ്ഥിതി. താഴേക്ക് അങ്ങനെ വാല് പോലെയായി. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തൊന്ന് ഒപ്പത്തിലാക്കാന്ന് വിചാരിച്ചു മുടീനെ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇന്നിങ്ങനെ ഹെയർ കട്ടിങ്ങിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഹെയർ കട്ടിലൂടെ വന്നിരിക്കുകയാണ്. എൻ്റെ മുടി ഹെയർ കട്ട് ചെയ്യുന്നതിന് മുൻപുള്ള അവസ്ഥയായിട്ടത്. ഇതാണ് നമ്മുടെ ചേട്ടൻ, ഹെയർ കട്ട് ചെയ്യാനുള്ള ചേട്ടൻ. അഞ്ചിൻ്റെയൊക്കെ ഹെയർ കട്ട് ചെയ്ത സെയിം ചേട്ടൻ തന്നെയാണ്. ആൾ നല്ല എക്സ്പെർട്ടാണ്. അപ്പോൾ എൻ്റെ മുടി ആദ്യം വാഷ് ചെയ്യാൻ പോവാണ്. എന്നോടുകൂടി ഇരിക്കാൻ പറയണം. അപ്പോൾ ഞാൻ ഇരിക്കട്ടെ കേട്ടോ. ഇനി അപ്പോൾ അങ്ങനെ എൻ്റെ ഹെയർ വാഷ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കാര്യം പറഞ്ഞാൽ ഞാൻ പോകുന്നതിന് മുൻപൊക്കെ നല്ലപോലെ ഷാമ്പൂ ഒക്കെ ഇട്ട് ഹെയർ വാഷ് ചെയ്തതാണ്. പക്ഷേ എന്ന് പറഞ്ഞാലും അവരുടെ അടുത്ത് എത്തിക്കഴിയുമ്പോൾ അവരുടേതായ ഷാമ്പൂ ഒക്കെ ഇട്ട് വീണ്ടും 2-3 പ്രാവശ്യമൊക്കെ ഷാമ്പൂ ഒക്കെ ഇട്ട് നല്ലപോലെ മുടിവുണ്ടായിരുന്ന ഓയിലെല്ലാം ഫുൾ കളഞ്ഞ് നല്ലപോലെ വാഷ് ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ വാഷ് ചെയ്ത് ഷാമ്പൂ ഒക്കെ പോയതിന് ശേഷം വീണ്ടും ഷാമ്പൂ എടുത്ത് പിന്നെയും തേക്കുന്നുണ്ട്. അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് ഷാമ്പൂ തേച്ച് കംപ്ലീറ്റ് ഓയിൽ മുടിവിൽ നിന്ന് കളഞ്ഞു കഴിഞ്ഞിട്ടാണ് അവർ വാഷ് ചെയ്ത് നമ്മളെ ഹെയർ കട്ടിനായിട്ട് എടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എടുക്കുന്ന ഡ്യൂട്ടി ചേട്ടൻ തന്നെ കൊടുത്തേക്കാണ്. അപ്പോൾ ചേട്ടൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ എന്താ പറയുക, മുടിമയുള്ള കംപ്ലീറ്റ് ഓയിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ല കട്ടിയുള്ള ഈ ടവൽ തന്നെ വെച്ചിട്ടാണ് അവരുടെ മുടിയൊക്കെ കെട്ടി വെക്കുന്നത് കേട്ടോ. അഞ്ചുമോളുടെ ഹെയർ കട്ട് ചെയ്തപ്പോഴും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നും ഈ സെയിം ചേട്ടൻ തന്നെയാണ് അഞ്ചുമോളുടെ ഹെയറും കട്ട് ചെയ്ത് കൊടുത്തത്. അങ്ങനെ ഹെയർ വാഷ് കഴിഞ്ഞു. ഇനി ഹെയർ കട്ട് ചെയ്യാൻ ഒരു കൊടുന്ന് പിടിക്കും പോകണം. 2-3 പ്രാവശ്യമൊക്കെ ഒരു ഷാമ്പൂ എന്ന് പറഞ്ഞല്ലോ ഏട്ടാ ഷാമ്പൂ ഇട്ട് ഹെയർ നല്ലപോലെ ഓയിലെല്ലാം കളഞ്ഞിട്ടുണ്ട്. അതിന് ശേഷമാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അവരങ്ങനെ ഹെയർ കട്ട് ചെയ്യാനുള്ള റൂമിലേക്ക് തന്നെ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ റൂമിലാട്ടോ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ സെയിം ടവൽ വെച്ച് ജസ്റ്റ് ഒന്ന് മുടിയൊക്കെ ഒന്ന് ഒപ്പി കൊടുക്കുന്നേ ഉള്ളൂ. അല്ലാണ്ട് മുറുക്കെ അങ്ങനെ തോർത്തിയൊന്നും എടുക്കുന്നില്ല. പിന്നെ അതിന് ശേഷം എന്തോ ഒരു ജെല്ല് മുടിയുമ്പോൾ തേക്കുന്നുണ്ട്. അത് തേച്ച് കഴിയുമ്പോൾ തന്നെ മുടിയുമുള്ള ചെടകൾ കാര്യങ്ങളെല്ലാം പോകണം കേട്ടോ. പിന്നെ അങ്ങനെ അധികം നമുക്ക് മുടിയുമ്പോൾ ഒട്ടും തന്നെ നോട്ട്സുകളൊന്നും വരുന്നില്ല. അപ്പോൾ അതിന് ശേഷം ചീപ്പെടുത്ത് അവർ മുടി ഇരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം അങ്ങനെ ഒട്ടും തന്നെ ചെടിയില്ലാതെ വേഗത്തിൽ തന്നെ അവർ ഈരിയെടുക്കുന്നത്. അങ്ങനെ ഒരു പ്രാവശ്യം കോംബ് ചെയ്ത് നോട്ട്സ് എല്ലാം മാറ്റിയതിന് ശേഷം പിന്നെ ഹെയർ ഡ്രയർ വെച്ച് ഇങ്ങനെ ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. മുടീനെ നനഞ്ഞിരിക്കുന്ന മുടീനെ അവർ നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്, കംപ്ലീറ്റ്ലി ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു കുറച്ച് സമയം എടുത്തായിരുന്നു കേട്ടോ ഹെയർ ഡ്രൈയിങ്. അങ്ങനെ ഹെയറൊക്കെ നല്ലപോലെ ഡ്രൈ ആക്കിയിട്ടുണ്ട്.
ഇനി ലെയർ ആയിട്ട് മുടിയെ ക്ലിപ്പ് ചെയ്ത് വെക്കണം കേട്ടോ. അതിനുശേഷം വീണ്ടും മുടി ചീകി കുറച്ച് സ്ട്രെയിറ്റ് ആക്കി എടുക്കുന്നുണ്ട്. എൻ്റെ മുടി ഇങ്ങനെ നല്ല കേളി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് കുറച്ച് സമയം എടുക്കുന്ന പറഞ്ഞ്. അപ്പോൾ അത് അവരിങ്ങനെ മുടി ഇങ്ങനെ വലിച്ചു പിടിച്ച് നല്ലപോലെ ഡ്രയർ വെച്ച് ഒന്നും കൂടെ ഡ്രൈ ആക്കി സ്ട്രെയിറ്റ് ആക്കി എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇങ്ങനെ വലിച്ചു പിടിച്ച് നല്ലപോലെ സ്ട്രെയിറ്റ് ആക്കി എടുത്താൽ മാത്രമേ കട്ട് ചെയ്യുമ്പോൾ നല്ല ഈക്വൽ ആയിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞ്. നമ്മളങ്ങനെ മുടി ഒത്തിരി ലെങ്ത് കുറപ്പിക്കാനൊന്നും പോകുന്നില്ല, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്തെടുക്കണം, അത്ര മാത്രമേ ഉള്ളൂ. കാരണം ഒത്തിരി മുടി ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ കിടക്കായിരുന്നു. പിന്നെ തുമ്പ് ഇങ്ങനെ വാല് പോലെ വന്നതുകൊണ്ട് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് ഹെയർ കട്ടിങ്ങിന് വന്നതാണ്. അപ്പോൾ നമ്മൾ ലെങ്ത് കുറപ്പിക്കാനുള്ള പ്ലാനിലല്ല കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ കട്ട് ചെയ്യണമെങ്കിലും അവർ പറഞ്ഞത് അത് മുടീനെ നല്ലപോലെ സ്ട്രെയിറ്റ് ആക്കണം, എങ്കിൽ മാത്രമേ അവർക്ക് അത് അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ എന്ന്. അപ്പം നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും. അവരിതാ നല്ലപോലെ മുടീനെ സ്ട്രെയിറ്റ് ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഇതാ എൻ്റെ മുടി ഒരുവിധം സ്ട്രെയിറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇനി ഇതാ കട്ടിങ്ങിലേക്ക് കിടക്കാൻ പോവാണ്. അപ്പോൾ കട്ടിങ് ചെയ്യുന്നതിന് മുൻപായിട്ട് അവർ വീണ്ടും വേറെ എന്തോ സെറമാണോ എന്തോ ജെല്ലോ മുടിമ വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ കോംബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോമ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കട്ടിങ് ആരംഭിക്കുന്നത്. അപ്പോൾ ആദ്യം എന്താ എൻ്റെ ഹെയർ ഒരു കുറച്ച് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഞാനിങ്ങനെ ലെങ്ത് അധികം കുറയ്ക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ കട്ട് ചെയ്തുള്ളൂ. എന്നെ കാണിച്ചു തന്നിട്ടാണ് കട്ട് ചെയ്തത്. എത്രയാണ് കട്ട് ചെയ്യുന്നതെന്ന് എന്നെ കാണിച്ചും തന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ഓക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ അങ്ങനെ കട്ട് ചെയ്തു. അതിനുശേഷം പിന്നെയും അവർ മുടിയൊക്കെ ചീകി കഴിഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞത് ഒന്നും കൂടെ സെറ്റ് ചെയ്യാനുണ്ട് എന്നും പറഞ്ഞ് അവർ പിന്നെ സ്ട്രെയിറ്റ്നർ വെച്ച് വീണ്ടും കുറച്ച് സമയം കൂടെ മുടീനെ സെറ്റ് ചെയ്തു കേട്ടോ. സെറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ മുടി ഇങ്ങനെ ഒത്തിരി കേളി ആയതുകൊണ്ട് തന്നെ അവർക്കൊന്നും കൂടെ സെറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു മുടി സെറ്റ് ചെയ്തു. അതിനുശേഷം എന്താ വീണ്ടും കോംബ് ചെയ്യാണ്. വീണ്ടും കോംബ് ചെയ്തതാ ഇനിയും കട്ട് ചെയ്യാൻ പോവാണ് കുറച്ചും കൂടെ. അപ്പോൾ ചേട്ടനായാലും പറഞ്ഞു ഇത്തിരി കൂടെ ലെങ്ത്ത് വേണമെങ്കിൽ കുറയ്ക്കാം ശകലം കൂടെ, എന്നിട്ട് എന്നെ ഒപ്പത്തിലാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ വീണ്ടും എന്താ കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ടാമതും കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം കട്ട് ചെയ്ത പോലെ തന്നെ ചെറിയൊരു പോർഷൻ വീണ്ടും കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ സെക്കൻഡ് ടൈമും കാണിച്ചായിരുന്നു എത്രത്തോളം കട്ട് ചെയ്യുന്നതെന്നുള്ളത്. അങ്ങനെ കാണിച്ചതാ 2 പ്രാവശ്യം അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കട്ടിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഇനി ഒരു മുടീനെ ഒന്ന് ട്രിം ചെയ്യാൻ പോവാണ്. അവരുടെ ട്രിമ്മർ വെച്ചതാ ഒരു ഏറ്റവും മുടിയുടെ താഴെയായിട്ട് അവർ ട്രിം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് വീഡിയോയിൽ കൂടെ കാണാം. നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ കട്ടിന് വന്നാണെങ്കിലും അവർ വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് ഒത്തിരി ടൈമൊക്കെ എടുത്ത് നല്ലപോലെ ചെക്ക് ചെയ്ത് അതുപോലെ മുടി സ്ട്രെയിറ്റൻ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം കേട്ടോ മുടീനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. അവർക്കായാലും 5 മോളുടെയൊക്കെ ചെയ്ത സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട് അവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. മോളുടെയൊക്കെ മുടി നല്ല സ്ട്രെയിറ്റ് ആയി വന്നു കഴിഞ്ഞപ്പോൾ അതുപോലെ നമ്മളെ കാണിച്ചും തരുന്നുണ്ട് കേട്ടോ. അവർ എത്രത്തോളം കട്ട് ചെയ്യുന്നതെന്നും ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു കണ്ണാടി കൂടെ കാണിച്ചും തരുന്നുണ്ട്. കട്ട് ചെയ്ത് കഴിയുമ്പോഴും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് പിന്നെയും മുന്നോട്ടേക്ക് അവർ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് നമുക്ക്. അപ്പം അങ്ങനെ എൻ്റെ ഹെയർ കട്ടിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ സമയമൊക്കെ ആയപ്പോഴേക്കും മുടി വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ഭയങ്കര സിൽക്കി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ട്, ഭയങ്കര സ്മൂത്തും സോഫ്റ്റും അതുപോലെ തന്നെ ആ സിൽക്കിനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ സിൽക്കി ആയിട്ടിരിക്കുന്ന മുടി. അപ്പോൾ അങ്ങനെ ഹെയർ കട്ടിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ എന്നോട് എണീറ്റോളാൻ പറഞ്ഞു. അങ്ങനെ എണീറ്റ് ചീപ്പ് കൊണ്ട് ചീക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ചീപ്പ് തന്നിരിക്കുക കേട്ടോ. നല്ല അടിപൊളിയാക്കി തന്നിട്ടോ. നല്ല എന്താ പറയുക, വളരെ സോഫ്റ്റും സ്മൂത്തും ഒക്കെ ആക്കി ഹെയർ വാഷൊക്കെ ചെയ്ത് ഹെയർ കട്ട് ചെയ്ത് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് എൻ്റെ മുടിയാണോ എന്ന്. ആ രീതിയിൽ സ്ട്രെയിറ്റായി എന്താ പറയുക ഹെയറൊക്കെ അടിപൊളിയായിട്ട് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് പിന്നെന്താ ട്രിം ചെയ്തിട്ടുണ്ട്. അവരുടെ എന്തോ മെഷീനൊക്കെ വെച്ച് ട്രിം ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ ഹെയർ ഒത്തിരി കേളി ഹെയറാണ്, അതൊക്കെ ഒരു ഇവിടെ വരണമെങ്കിൽ എന്തോ ട്രീറ്റ്മെന്റ് ഉണ്ട്, അവരത് സെറ്റാക്കി തരാമെന്നാണ് പറഞ്ഞു. എനിക്ക് തന്നെ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ഭയങ്കരമായിട്ട് ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം ആ മുടിവ് നമുക്ക് ടച്ച് ചെയ്യുമ്പോഴത്തെ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ട് നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പേയ്മെന്റ് ഒക്കെ ചെയ്ത് ചേട്ടനോട് താങ്ക് യു ഒക്കെ പറഞ്ഞു പോരാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുടി ഇങ്ങനെ കട്ടിങ് ചെയ്ത് തന്നതിന് അവരാകെ വാങ്ങിച്ചിരിക്കുന്നത് 300 റുപ്പീസ് ആട്ടോ. അപ്പോൾ 300 റുപ്പീസിന് നമ്മുടെ ഹെയർ കട്ടിങ് എല്ലാം അവർ ഭംഗിയായിട്ട് ചെയ്തു തന്നു. അങ്ങനെ ഞങ്ങൾ പാർലറിൽ നിന്ന് ഇറങ്ങണം കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾക്ക് പോകേണ്ടത്
നമുക്ക് ചെയ്യേണ്ട ഷോപ്പിംഗ് കാര്യങ്ങൾക്കൊക്കെയാണ്. നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടിന് വേണ്ട ഐറ്റം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകണം. അപ്പോൾ ക്രിസ്മസ് ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് ഇനി പോകണം. അപ്പോൾ ഞങ്ങളിനി ഇവിടുന്ന് ഡയറക്റ്റ് ആ ഷോപ്പിലേക്കാട്ടോ പോകുന്നത്. അങ്ങനെ ഞങ്ങളിതാ പാർലറിൽ നിന്ന് അടുത്ത ഷോപ്പിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് കിച്ചൺ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഷോപ്പിലേക്കാണ്. ഞങ്ങളടുത്ത് എന്തെങ്കിലും വീടുകളിലേക്ക് നമുക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഐറ്റം വാങ്ങിക്കാം. പ്രത്യേകിച്ച് കിച്ചണിലേക്കും ഒക്കെ ആകുമ്പോൾ നമുക്ക് ലേഡീസിനൊക്കെ അതായിരിക്കുമല്ലോ കൂടുതൽ ഇഷ്ടമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അവർ നമുക്കിതാ ഇവിടെ കാസറോൾ സെറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ 2 പീസ് 3 പീസൊക്കെ ആയിട്ടുള്ള സെറ്റ്. അപ്പോൾ അത് നമ്മളിതാ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരേ ഐറ്റം ഇതാ ഇത് തന്നെയാണ് എടുക്കണേ. ഇത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഇതിനകത്ത് 3 എണ്ണമായിട്ടുള്ള സെറ്റാണ്. അപ്പോൾ നമ്മൾ ഈ 3 എണ്ണം കൂടി ഉള്ളതാണ് വെക്കുന്നത്. ചേട്ടന് കൊടുക്കാൻ, ചേട്ടൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാനുള്ളതാണ്. ഇനി എനിക്കുള്ളത് കിട്ടണം. എനിക്കെന്താ ഞാൻ കാസറോൾ ഇനിയായിട്ടോ നോക്കുന്നത്. ഞാനും ഓർത്തു ഇതാണെങ്കിൽ കൂടുതൽ നല്ലതാണല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ അവരോട് കാസറോൾ ഇനി ഞാനും ആവശ്യപ്പെട്ടത്. അപ്പോൾ എനിക്ക് വേറെ കളർ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വീടുകളിലൊക്കെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണല്ലോ ഇത്. നമുക്ക് എത്ര ഇങ്ങനത്തെ പാത്രങ്ങൾ ഉണ്ടായാലും നല്ലതാണ് നമുക്ക് ഗസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തൊക്കെ. അപ്പോൾ ഇത് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എനിക്കുള്ള ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് ഞാൻ എടുത്തു കഴിഞ്ഞു. ചേട്ടനുള്ളത് മുൻപേ നമ്മൾ സെലക്ട് ചെയ്ത്, ഇത് അതിൻ്റെ തന്നെ സെയിം വേറെ കളർ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ 3 എണ്ണമായിട്ടുള്ള സെറ്റാണ്. മിൽട്ടൻ്റെ കേട്ടോ. നമ്മൾ മുൻപെടുത്ത് വെച്ച ആ ബ്ലൂ കളറും മിൽട്ടന, ഇത് മിൽട്ടൺ തന്നെയാണ്. ഇത് ഇത്തിരി വൈറ്റ് ബേസ് ആയിട്ടുള്ളതാണ്. ക്രീം കളറെന്ന് പറയാം. അത് നല്ലതാണ്. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് വണ്ണാണിത്, തേർഡ് വൺ. അപ്പോൾ ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട ഐറ്റം. കുക്കറൊക്കെ നോക്കിയായിരുന്നു ഞങ്ങൾ. പക്ഷേ കുക്കറൊക്കെ അത്രയും ഒരു ഇഷ്ടം വന്നില്ല. ചെറിയ കുക്കർ, വലിയ കുക്കർ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ റേറ്റിലൊക്കെ ഒതുങ്ങാവുന്നത് ഇങ്ങനത്തെ ഐറ്റം. അപ്പോൾ അങ്ങനെ അവർ ഞങ്ങളുടെ 2 പേരുടെയും ഗിഫ്റ്റ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കടയിലൊക്കെ മറ്റു ഐറ്റംസൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ സ്കൂളിലെ ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയും ഞങ്ങൾക്ക് വേറെ വാങ്ങിക്കാനുണ്ട്. അത് പള്ളിയിൽ നിന്നുള്ളതാണ്. അപ്പോൾ പള്ളിയിൽ നിന്ന് നമുക്കിങ്ങനെ ഇതേപോലെ ഫാമിലി ഫ്രണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ളത് വാങ്ങിക്കണം. അതുപോലെ അഞ്ചുമോളുടെ ക്രിസ്മസ് ഫ്രണ്ടിനുള്ളതൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിന് വേറൊരു ദിവസം വരാമെന്ന് വെച്ച് ഞങ്ങളങ്ങനെ ഇവിടുത്തെ പേയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഇത് അവിടെ നിന്നും കടയിൽ നിന്ന് ഇറങ്ങണം കേട്ടോ. അപ്പോഴേക്കും ഒരുവിധം നല്ലപോലെ സന്ധ്യയായി തുടങ്ങിയായിരുന്നു. അപ്പോൾ ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ. അഞ്ചുമോള് വീട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിനി വേറെ ഷോപ്പിങ്ങിനൊന്നും നിൽക്കുന്നില്ല. നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ഐറ്റം നിങ്ങളെ ഷോപ്പിൽ നിന്ന് തന്നെ കാണിച്ചു തന്നിരുന്നല്ലോ. അപ്പോൾ 2 സെറ്റ് കാസറോളാണ് നമ്മൾ വാങ്ങിച്ചേക്കണത്. അപ്പോൾ ഓരോ സെറ്റിലും 3 എണ്ണം വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ചേട്ടൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാനുള്ളത്, ഒരെണ്ണം എൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ ഇത് ഒരുവിധം സെറ്റായിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് പള്ളിയിലത്തെ ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. പള്ളിയിൽ നിന്ന് നമുക്ക് ഫാമിലി വൈസ് നമുക്ക് ക്രിസ്മസ് ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചിട്ടില്ല. അത് വാങ്ങിക്കാൻ ഇനി വേറെ ദിവസം പോകണം. ഇതെല്ലാം കൂടെ ടൈം കിട്ടിയില്ല. പിന്നെ അഞ്ജുവിന് കിട്ടിയിട്ടുണ്ട്. അഞ്ജുവിൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് അവർക്ക് അവരുടെ കാറ്റഗിസം ക്ലാസ് കഴിഞ്ഞപ്പോൾ കുട്ടികളിലുണ്ട് ക്രിസ്മസ് ഫ്രണ്ട്. അപ്പോൾ അഞ്ജുമോളുടെ ഫ്രണ്ടിനുള്ളത് വാങ്ങിക്കണം. അപ്പോൾ അതും വാങ്ങിച്ചിട്ടില്ല. അത് വാങ്ങിക്കാൻ കിടക്കുന്നുള്ളൂ. അതിന് വേറെ എന്തെങ്കിലും പോയി വാങ്ങിക്കാമെന്ന് വിചാരിച്ചേക്കാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഗിഫ്റ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഹെയർ കട്ടിന് പോയത്. ഹെയർ കട്ട് വളരെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ചേട്ടനായാലും ഭയങ്കര ഇഷ്ടമായി. അവർ ചെയ്യുന്ന മെത്തേഡൊക്കെ ഉണ്ടല്ലോ. അഞ്ജുമോളുടെ അന്ന് ചെയ്തപ്പോൾ ഞങ്ങൾ കണ്ടതാണ്. ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ഒന്ന്. പിന്നെ അപ്പൊന്നും നമുക്ക് ടൈം കിട്ടിയില്ല. ഞാൻ പിന്നെ അങ്ങനെ പോകാറില്ല ചെയ്യാനായിട്ട്. ഞാൻ എപ്പോഴെങ്കിലും കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ശകലം മുടിയുടെ തുമ്പൊക്കെ ഇങ്ങനെ വലയായിട്ടൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ ഇത്തിരി ഞാൻ തന്നെ കട്ട് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യാറ്. ഒത്തിരി താഴെ മുകളിലൊക്കെ ആയിട്ട് നിൽക്കണ മുടി. അപ്പോൾ അത് കണ്ടപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം ഒന്ന് പോയി ഹെയർ കട്ടിങ്ങിന് പുറത്ത് തന്നെ പോയി നമുക്ക് പാർലറിൽ പോയി കട്ട് ചെയ്യാമെന്ന് അങ്ങനെ വിചാരിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ പോയതാണ് കേട്ടോ ഇന്ന്. അപ്പോൾ അവർ ഹെയർ നമുക്ക് സെറ്റ് ചെയ്ത് തന്നെ കട്ട് ചെയ്ത് തന്ന മെത്തേഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഇപ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ തലയിൽ മുടി ഉണ്ടെന്ന് തന്നെ തോന്നില്ല. അത്രയും ലൈറ്റ് വെയിറ്റ് ആണ്. ആ സമയത്ത് ഇന്നലെ വരെ എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ പോകുന്ന സമയം വരെ നമ്മുടെ ഹെയറിന് നമ്മൾ ഓയിലും ഒക്കെ പരട്ടിയിട്ടുള്ള ഒരു കനോ അതോ കേളിയായിട്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ടോ ഒക്കെ ആ ഒരു ഫീലിംഗ് അല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ മാറി. ഒന്നും പറയാനില്ല. അടിപൊളി. ഞാൻ കാണിച്ചു തരാം നിങ്ങളൊന്നും കൂടെ ഹെയർ എങ്ങനെയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്കെന്തായാലും ഇഷ്ടമായി. പക്ഷേ ഇത് പെർമനൻറ്റ് സ്ട്രൈറ്റനിങ് ഒന്നുമല്ല. അതുകൊണ്ട് അവർ പറഞ്ഞത് നാളെ നേരം വെളുക്കുമ്പോഴേക്കും ഇത് മിക്കവാറും പോകും. പിന്നെ സ്പെഷ്യലി നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്താൽ, അതുപോലെ മുടിയൊക്കെ നമ്മൾ മെടഞ്ഞ് കിട്ടുക, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടക്കെട്ടൊക്കെ കെട്ടി വയ്ക്കില്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ
കെട്ടിക്ക് വെച്ച് കഴിയുമ്പോൾ അത് വീണ്ടും പഴയപടി തന്നെയാണ്. പിന്നെ ഇങ്ങനെയൊന്നും ആകാതിരിക്കണമെങ്കിൽ പെർമനൻറ്റ് സ്ട്രൈറ്റനിങ് ഉണ്ട്, അതുപോലെ തന്നെ വേറെ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തേനൊക്കെ അതൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ ഒരു പക്ഷേ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇതവർ ജസ്റ്റ് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഒന്ന് തൽക്കാലത്തേക്ക് ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്തത്, അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നിങ്ങളെല്ലാവരും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. ഒത്തിരി പേര് നമ്മുടെ വീഡിയോസ് കണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോസ് കണ്ട് എന്തെങ്കിലും ഒരു കൊച്ചു കമൻറ്റെങ്കിലും ഇടാൻ ശ്രമിക്കണേ. അതൊക്കെയല്ലേ നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു എൻകറേജ്മെൻറ്റ്. അപ്പോൾ നിങ്ങളുടെ എൻകറേജ്മെൻറ്റൊക്കെ കിട്ടുമ്പോഴാണ് എനിക്ക് പിന്നെയും വീഡിയോസ് ചെയ്യാൻ തന്നെ തോന്നുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ വളരെ ബിസിയാണ്. ക്രിസ്മസ് അടുത്ത് വരുന്നു. അപ്പോൾ നല്ല തിക്കും തിരക്കാണ്. ആൽവിൻ നാട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന്. അപ്പോൾ അതിൻ്റേതായ ഒരു വിഷമവും കാര്യമൊക്കെ ഉണ്ട്. എന്തായാലും ആൽവിൻ അവിടെ എൻജോയ് ചെയ്യട്ടെ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇന്നത്തെ എൻ്റെ ഹെയർ കട്ടിങ്ങിൻ്റെ വീഡിയോയും അതുപോലെ തന്നെ ഷോപ്പിങ്ങിൻ്റെ വീഡിയോയും എല്ലാം കണ്ടു. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. എങ്കിലും പുതിയ വീഡിയോസൊക്കെ ഞാനിടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.